കുഞ്ഞാലിക്കുട്ടിയുടെ സഹായിയായിരുന്ന റൌഫ് ടൈറ്റാനിയം അഴിമതി കേസിൽ 23ാം സാക്ഷിയാണ്. കേസ് ആദ്യം അന്വേഷിച്ച വിജിലൻസ് സംഘത്തിന് നൽകിയ മൊഴിയിലാണ് PK കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അഴിമതി പണം പറ്റിയെന്ന് പറയുന്നത്. ടൈറ്റാനിയത്തിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള കരാർ മെക്കോൺ കമ്പനിക്ക് ലഭിച്ചത് പദ്ധതി നടത്തിപ്പിന്റെ ഇടനിലക്കാരനായ രാജീവൻ വഴിയാണ്. പദ്ധതി നടത്തിപ്പിന്റെ ചുമതല മെക്കോൺ കമ്പനിക്ക് നൽകിയതിന് PK കുഞ്ഞാലിക്കുട്ടിയും അന്ന് വ്യവസായ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും 4 കോടി രൂപ വീതം രാജീവനിൽ നിന്ന് പറ്റിയതായി റൌഫ് വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ദുബായിലുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ മരുമകൻ സുൽഫിക്കറാണ് 4 കോടി രൂപ രാജീവന് കൈമാറിയത്. ഇബ്രാഹിം കുഞ്ഞിനുള്ള പണം നാട്ടിൽ വെച്ചും രാജീവൻ നൽകി. ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായാണ് മെക്കോൺ കമ്പനിക്ക് പദ്ധതി നടത്തിപ്പിനുള്ള കരാർ ലഭിച്ചതെന്നും റൌഫ് പറയുന്നു. രാജീവനും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും 2005 ഏപ്രിൽ 5-നും 15-നും ഇടയിൽ പലവട്ടം എറണാകുളം ലേ മെറിഡിയൻ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ട് പദ്ധതിക്ക് അനുകൂലമായി കത്തയപ്പിക്കുമെന്ന് രാജീവന് കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയതായി മൊഴിയിലുണ്ട്. മീഡിയ 1 കോഴിക്കോട്.